ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉന്നക്കായാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മലബാറിൻ്റെ സ്പെഷ്യൽ ഉന്നക്കായ. അതിനായിട്ട് നേന്ത്രക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് ആവിയിൽ വെച്ചോ വെള്ളത്തിൽ വെച്ചോ എങ്ങനെ വേണമെങ്കിലും വേവിക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ആവി കൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ പഴം വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ല മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ തന്നെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കാം. ഇതിൽ വെള്ളം കൂടി പോവുകയാണെങ്കിൽ ലേശം അരിപ്പൊടി കൂടി ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടുന്ന ഫില്ലിംഗ് ആണ്. അതിനായിട്ട് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ ഒപ്പം ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുത്തതാണിത്. ഇതും കൂടി ചേർത്ത് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ച് മധുരം പാകത്തിനാണോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നൊരു ഫ്രൈയിങ് പാനിൽ വെച്ച് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ സ്വല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചെറിയൊരു നിറം മാറുന്നത് വരെ ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ പഴം എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ കയ്യിൽ തൂവി കൊടുത്തിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അതായത് പരത്തുമ്പോൾ പൊടിഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെ കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയിട്ട് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കൊഴുക്കട്ടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് പരത്തി കൊടുത്തിട്ട് ഈ തേങ്ങയുടെ ഫില്ലിങ് ഇതിനുള്ളിലേക്ക് നിറച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യണം. എന്നിട്ട് ഉന്നക്കായയുടെ ഷേപ്പിലേക്ക് മാറ്റണം. ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ ഈ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ ഓരോ ഉരുളകളും നമുക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണിത്. വീട്ടിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. മാത്രമല്ല മുസ്ലിംസിൻ്റെ നോമ്പുതുറ സമയത്ത് അവരുടെ പ്രത്യേകിച്ച് മലബാറിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്, ഉന്നക്കായ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം. എണ്ണ അധികം ചൂടാകാൻ പാടില്ല. ഒരുപാട് ചൂടായ എണ്ണയിലാണെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.